ഓണച്ചിത്രങ്ങളിൽ ഓഗസ്റ്റ് 21 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന നിവിൻ പോളി ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതിലെ ഇല്ലേ ഇല്ല എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു വിജയാണ് മ്യൂസിക്. നമുക്ക് കേട്ടോക്കാം. ഗിരീഷ് ഏടിയാണ് സംവിധാനം. ഭാവന സ്റ്റുഡിയോസ് പ്രസൻസ്. മമിത ബൈജു. നിവിൻ പോളി. പഴയ പാട്ടുകൾ വിഷ്ണു വിജയ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മളെ പ്രാമലു അതിന്റെ ഒരു സെയിം സെറ്റിങ്ങും ആ ഒരു ലിറിക്സ് പോലെയൊക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അങ്ങനെ ഇല്ല ഇല്ല ഇല്ലില്ലില്ലേ ഇങ്ങനെ ഇല്ല ഇല്ലില്ലേക്ക് ഒരുമിച്ച് പിടിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പാട്ട് വന്നിരിക്കുന്നത്. റോഷൻ ഷാനവാസ് ആസ് യൂഷ്വൽ ഒരു ചെറിയൊരു കോഴി പോലെ മമിത ബൈജു വരുമ്പോൾ പുറകുന്ന ഹോൺ അടിക്കുക, സംസാരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ള ഒരു സെറ്റപ്പിലൊക്കെ വരുന്നുണ്ട്. നിവിൻ പോളി, മമിത ബൈജു എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു പടമാവാൻ സാധ്യത കൂടുതലാണ്. ഒരു നോർമൽ പടമായിരിക്കും. നിവിൻ പോളിക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ കംഫർട്ട് സോണാണ്. നിവിൻ പോളി ഈ ക്യാരക്ടറൊക്കെ നിവിൻ പോളിക്ക് അമ്മാനെ മാടാൻ പറ്റിയ ഒരു ക്യാരക്ടേഴ്സാണ്. നമ്മളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ ചിരിക്കണോ കരയണോ, അല്ലെങ്കിൽ അവർ നോക്കി വിഷമം പറയണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ തിരക്കണോ എന്നുള്ളൊരു അതാണ് മമിത നോക്കി ചിരിച്ചപ്പോ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. കാരണം മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നൊക്കെ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസിങ് ആണ് എല്ലാവർക്കും. ബട്ട് നമ്മൾ പൊതുവെ സമാധാനമായിട്ട് നിൽക്കാറാണ് പതിവ്. അങ്ങനെയാണ് നിൽക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വരുമ്പം റോഷനും നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു ചെറിയ കോമഡിയൊക്കെ നന്നായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്നെ മാതിരി പൊസങ്ങളെ പാത്താ പിടിക്കാതെ ധനുഷിന്റെ പഠിക്കാത്തവന് ഏതൊരു സിനിമയിലെ ഡയലോഗാണ്. ആൻഡ് നിവിൻ പോളി ഇതിൽ കാറ്ററിംഗ് ആണ് ആ പരിപാടി. നാട്ടിൻപുറം നല്ലൊരു ഷുവർ ഷോട്ട് പടമായിരിക്കും. കാരണം ഓണം വൈബിന് പറ്റിയ ഒരു പടമാണിത്. ഈ പ്രത്യേകിച്ച് ഖലീഫ ഐ ആം ഗെയിം എന്ന് പറയുന്നത് രണ്ട് വേറെ ലീഗ് പടങ്ങളാണ്, ബഡ്ജറ്റ് പടങ്ങളാണ്, മാസ് പടങ്ങളാണ്. പക്ഷെ ഇത് കംഫർട്ട് സോൺ പടമാണ്. ഓണത്തിനൊക്കെ ചുമ്മാ വന്നിങ്ങനെ സംസാരിക്കുക. എനിക്ക് തോന്നി ഓണത്തിന്റെ ഒരു കുറച്ച് സീനും പരിപാടികളൊക്കെ പടത്തിൽ കാണും.
മനസ്സമ്മതം കൊടുത്തേക്കണേ. ആ ചേച്ചിയുടെ പുറകെ 2 സ്റ്റെപ്പ് മാറിക്ക് എന്നിട്ട് ഡയലോഗ് കൊച്ചിന്റെ പാവിച്ചു കൊടുത്തേ. കൊച്ചിന്റെ ഭാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളിയെടുത്ത ഭാവയാണ്. അവനെ തിയേറ്റർ കയറി തന്നെയാലോ. ഞാൻ പറഞ്ഞില്ലേ, നിവിൻ പോളിയുടെ ഒരു കംഫർട്ട് സോണാണ് ഇതുപോലത്തെ പടങ്ങൾ. അതായത് നാട്ടിൻപുറം, ചെറിയ ഏതെങ്കിലും ജോലി അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത, ഇതിലിപ്പോ കാറ്ററിംഗ് ആയിരിക്കും പണി. അതുമായിട്ട് ഇതിപ്പോ കണ്ടില്ലേ ടി വിയില് ബൗൾഡായിട്ടും ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞപ്പോ പോണ വൈഡാണെന്ന്. അതായത് ഒരു സിറ്റുവേഷണൽ കോമഡികള്, പെട്ടെന്ന് ചിരി വരുന്ന ഒരു ഹ്യൂമർ സെൻസ്, നിവിൻ പോളി നോട്ടം, സംസാരമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് നിവിൻ പോളി പല തവണയും ശ്രമിച്ചിട്ടുള്ളതാണ്, ജയിച്ചിട്ടുള്ളതാണ്, പരിശ്രമിച്ച് വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് അത് 20-ാം തീയതി ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും ഓണച്ചിത്രം ഇറങ്ങി, 21-ാം തീയതി ബത്തിലാൻ ഇറങ്ങുമ്പോൾ ഒരു സൈഡ് ചിത്രം പോലെ അവിടെ നല്ല രീതിക്ക് ഷുവർ ഷോട്ട് അടിക്കാനുള്ള. കാരണം ഇതിന്റെ ക്രൂ വരുന്നത് കിടിലൻ ക്രൂ ആണ്. ഗിരീഷ് ഏടി നിങ്ങൾക്കറിയാം, പ്രേമലു, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തനങ്ങളെ പുള്ളിക്കാരനാണ്. ബാലൻ സിനിമയിലും പുള്ളിക്കാരൻ പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രസൻസ്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ആ ടീമൊക്കെ വരുന്ന ആ ഒരു പ്രൊഡക്ഷനും റൈറ്റിംഗ് പരിപാടിയൊക്കെ ആ ടീമുകളാണ്. അപ്പൊ ഒരു നോർമൽ പടമാണ്, സിമ്പിൾ പടമാണ്, ഫൺ പടമായിരിക്കും, ഫാമിലി പടമായിരിക്കും, ഓണച്ചിത്രമായിരിക്കും. ഓണച്ചിത്രത്തിൽ തൂക്കാൻ സാധ്യതകളും ഉള്ള ഒരു പടമായിരിക്കും. കാരണം വേർഡ് ഓഫ് മൗത്ത് വഴി വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഈ പടത്തിന് ഇല്ല, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈപ്പുകളും ഇല്ല. ബട്ട് വേർഡ് ഓഫ് മൗത്ത് വഴി ഈ പടം ഷുവർ ഷോട്ട് അടിക്കാൻ, ബ്ലോക്ക് ബസ്റ്റർ അടിക്കാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. പാട്ട് നല്ലൊരു പാട്ടാണ്, ഇല്ലേ ഇല്ല എന്നാണ് സോങ്ങിന്റെ പേര്. വിഷ്ണു വിജയാണ് മ്യൂസിക്. ഒരു ടിപ്പിക്കൽ, അതായത് എന്താ പറയാ, എനിക്ക് ഈ പാട്ട് കേട്ടപ്പം പ്രേമലുവിന്റെ ഒരു 1-2 സോങ്ങില് ഒരു സ്ലോ വേഷം പോലെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഇതിൽ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പാട്ടുകളെ ശ്രദ്ധിക്കാൻ തോന്നിയില്ല, വീഡിയോ ആണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം നിവിൻ പോളി അവിടെ നിൽക്കുകയാണ്. നിവിൻ പോളിയാണെങ്കിൽ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു എക്സ്പ്രഷൻ, നിവിൻ പോളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഫണ്ണ്, ഹ്യൂമർ എല്ലാം സൂപ്പറാണ്. അവിടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നിവിൻ പോളി ഈ ക്യാരക്ടർ ഈ ഒരു സോണൊക്കെ വരുമ്പോൾ നിവിൻ പോളിക്ക് പിന്നെ നിവിൻ പോളി മാത്രം ഇത് ചേരും, അങ്ങനത്തെ ഒരു സോണാണ് ഈ സോൺ. അപ്പൊ ഷുവർ ഷോട്ട് അടിക്കാനും സാധ്യത കൂടുതലുള്ളതാണ്. ആൻഡ് ഇല്ല സോങ് നന്നായിട്ടുണ്ട്. കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ വിഷ്ണു വിജയുടെ ഒരുപാട് നല്ല പടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് നല്ല പാട്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് ഈ പാട്ട് തുടക്കം മാന്ത്രികം മാന്ത്രികം MG ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ടായിരുന്നു ഈ പടത്തില്. പക്ഷെ അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ലിറിക്സും പോരാ. പക്ഷെ ഈ പാട്ട് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ബീറ്റും ലിറിക്സും. ബട്ട് ഈ പാട്ട് കേട്ടതേക്കാട് ആ വീഡിയോയിൽ അവർ തമ്മിലുള്ള ആ ഒരു കോയിൻസിഡൻസ് സീൻസ്, മമിത ബൈജുവും നിവിൻ പോളിയുള്ള കോയിൻസിഡൻസ് സീനും, സുരേഷ് കൃഷ്ണൻ, പിന്നെ ചൂരലിലെ പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരുടെ പേരെനിക്ക് വിട്ടുപോയി, ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. ആൻഡ് ചൂരൽ ഗിരീഷ് ഷെട്ടിയുടെ ഈ പ്രേമലു സിനിമയിൽ തന്നെ പുള്ളി ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിയും അങ്ങനെ ഇവരുടെയൊക്കെ കോംബോ ഉണ്ട്. ആൻഡ് റോഷൻ ശ്രീനിവാസൻ, സംഗീത് പ്രതാപിന്റെ രണ്ടുപേരുടെ ആ ഒരു കോമഡി ഉണ്ട്. അതുമായിട്ട് മൊത്തം ഒരു കോമഡി വൈബ് ചിത്രമായിരിക്കും മിക്കവാറും. സത്യം പറഞ്ഞാൽ ഷുവർ ഷോട്ട് അടിക്കാൻ സാധ്യത കൂടുതലാണ്. ആ ഇല്ല പാട്ടും നന്നായിട്ടുണ്ട്.